നമസ്കാരം. പത്മരാജൻ സീരീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മരാജൻ തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ സിനിമയ്ക്ക് ശേഷം പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമകളുടെയും ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് പത്മരാജൻ എഴുതി വെച്ച ഈ സിനിമയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സിനിമകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിലും കഥ പറയുന്നവയായിരുന്നു. അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ KG ജോർജ് സിനിമകൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യവനിക എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ടല്ല. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാടക കമ്പനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പൻ എന്നു പേരുള്ള ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തെ ചുറ്റിയുള്ള കഥാപരിസരവും അയ്യപ്പൻ എന്ന ക്യാരക്ടറെ ബേസ് ചെയ്താണ് യവനിക എന്ന സിനിമ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഇൻ്റർവെല്ലിനോടൊക്കെ അടുത്താകുമ്പോഴാണ് അയ്യപ്പൻ എന്ന കഥാപാത്രം മിസ്സിംഗ് ആകുന്നത്. അതേ തുടർന്നാണ് അയ്യപ്പനെ അന്വേഷിച്ച് പോലീസ് സംഘം ഇറങ്ങുന്നത്. അവിടെയാണ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ആരംഭിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന KG ജോർജ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഒരു വെസ്റ്റേൺ കൾച്ചർ പിടിച്ചു തന്നെയാണ് പത്മരാജൻ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്നൊരു സിനിമ എഴുതിയിരിക്കുന്നത്. ഈ സിനിമ കഥ ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് അവകാശപ്പെടുന്ന അഞ്ചാം പാതിര വരെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന സിനിമയുടെ ടെംപ്ലേറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം എല്ലാ കൊലപാതകവും ചെയ്തതിന് ശേഷം കൊലയാളി വെക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കുണ്ട്. അതിലിവിടെ പറയാനുള്ളത് ചകിരിയാണെങ്കിൽ അഞ്ചാം പാതിരയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു നീതി ദേവതയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്ത് പത്മരാജൻ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. പത്മരാജൻ എന്ന തിരക്കഥാകൃത്തിനെ എപ്പോഴും ലേബൽ ചെയ്യുന്നത് പ്രണയമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം തൂവാനത്തുമ്പികളും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പൊക്കെ അത്രത്തോളം ഹ്യൂജ് ഹിറ്റായിരുന്നു. ആ സിനിമകളൊക്കെ ഇന്നും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിനിമ പത്മരാജൻ എന്ന് ആരും പ്രതീക്ഷിച്ച് കാണിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്തതിൽ ഈ തണുത്ത വെളുപ്പാങ്കാലത്തിന് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല ത്രില്ലർ സിനിമകൾ പത്മരാജൻ ഇനിയും ചെയ്തിരുന്നേനെ. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെ കാണുക. ഈ തണുത്ത വെളുപ്പാങ്കാലത്താണ് സിനിമയുടെ പേര്. ജോഷിയാണ് സംവിധാനം. മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നെടുമുടി വേണുണ്ട്, ക്യാപ്റ്റൻ രാജു ഉണ്ട്. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക. മറ്റൊരു പത്മരാജൻ സിനിമയായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും